സംസ്ഥാനത്ത് ചിക്കൻ പോക്സ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 40 ദിവസത്തിനിടെ 5791 പേർക്ക് രോഗം ബാധിച്ചു. ഈ മാസം മാത്രം 1397 പേർക്ക് രോഗം കണ്ടെത്തി. കാലാവസ്ഥാ വ്യതിയാനമാണ് രോഗം പകരാനുള്ള കാരണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് പ്രതിദിനം 100-ലധികം പേർക്കാണ് ചിക്കൻ ബോക്സ് ബാധിക്കുന്നത്. ജനുവരി മാസം മാത്രം 4394 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെങ്കിൽ ഫെബ്രുവരി 1 മുതൽ 9 വരെ 1397 പേർക്കാണ് രോഗം ബാധിച്ചത്. വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ് ചിക്കൻ ബോക്സിന് കാരണമാകുന്നത്. തണുപ്പുകാലത്ത് നിന്ന് ചൂടുകാലത്തേക്ക് കടക്കുമ്പോഴാണ് രോഗവ്യാപനം കൂടുന്നത്. എല്ലാ വർഷവും ഈ ഒരു തണുപ്പ് മാറി ചൂട് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ചിക്കൻ ബോക്സിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷവും കേസുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ബോക്സ് വൈറസിൻ്റെ കാര്യത്തിൽ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും കൂടുതൽ വ്യാപന ശേഷിയുള്ള ഒരു രോഗമാണോ അല്ലെങ്കിൽ വൈറസാണ്. ഒന്ന് വായുവിലൂടെ പകരുന്ന ഒരു രോഗം കൂടിയാണ്. അപ്പോൾ രോഗമുള്ള ഒരാൾ ഒരു മുറിയിൽ നിൽക്കുകയും അയാൾ ആ മുറിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പോലും പിന്നീട് ആ മുറിയിൽ വരുന്ന ആൾക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അത്രയധികം വ്യാപന ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കൂളുകൾ വഴിയൊക്കെ വളരെയധികം ഇത് വ്യാപിക്കാനുള്ളൊരു സാധ്യത ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലാണ്. സംസ്ഥാനത്ത് ചിക്കൻ ബോക്സ് ബാധിച്ച ഈ വർഷം ഒരാളാണ് മരിച്ചത്. പ്രായമായവരിലും മറ്റ് അസുഖങ്ങളുള്ളവരിലും ചിക്കൻ ബോക്സ് ബാധിക്കുന്നത് കൂടുതൽ സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുത്തിവെപ്പ് എടുക്കുക എന്നതാണ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം. ഇതിനെതിരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വാക്സിൻ നിലവിലുണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വാക്സിൻ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഈ വാക്സിൻ ലഭിക്കില്ല. നമുക്ക് വാക്സിൻ എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു ഔട്ട് ബ്രേക്ക് വരുന്ന സമയങ്ങളിൽ ഇത് കോണ്ടാക്ട് വന്നാൽ പോലും നമുക്ക് ഇത് പോസ്റ്റ് എക്സ്പോഷറായിട്ട് പ്രൊഫൈലാക്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാക്സിനാണ് ചിക്കൻ ബോക്സ് വാക്സിൻ. രോഗവ്യാപനം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. രോഗം ബാധിച്ചാൽ ഉടൻ വൈദ്യസഹായം തേടുകയും ഡോക്ടർമാരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും വേണം. മീഡിയ 1 തിരുവനന്തപുരം.